അച്ഛന്റെ കാര്യം പോട്ടെ, ദേവിക കാണിച്ചു കൂട്ടുന്നത് ഒട്ടും മനസ്സിലാവാത്തത്. തനുജയുടെ വീട്ടിൽ പോയിരിക്കുന്നു. അച്ഛനാണോ അവളെ പറഞ്ഞയച്ചെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഈ വിഡ്ഢിത്തം പറച്ചിലൊന്ന് അവസാനിപ്പിക്കുക രജനി. നീ ആ വീട്ടിൽ പോകണ്ടെന്നായിരുന്നു എന്റെ അഭിപ്രായമെങ്കിലും ഞാൻ അത്രയ്ക്ക് കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നീ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കേട്ടാ ഒന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല. സിദ്ധാർത്ഥൻ സാറാണ് ദേവികയെ തനൂജയുടെ വീട്ടിൽ പറഞ്ഞയച്ചതെന്ന് നീ പറഞ്ഞു. നീ നിന്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചിട്ട് പറ, സ്വന്തം മകന്റെ ഭാര്യയെ ഇങ്ങനെ ഒരു കാര്യത്തിന് പറഞ്ഞയക്കുന്ന ആളാണോ സിദ്ധാർത്ഥൻ സാറ്? ഞാൻ പലവട്ടം പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി കാര്യത്തിലൊരു സംസാരം വേണ്ടെന്ന് തീരുമാനിച്ചതാണ്. രജനി, നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ തന്നെ തിരിച്ചറിയാത്തത് വലിയ കഷ്ടമാണ്. പക്ഷെ ഗിരി, അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് ചിന്തിക്കാൻ പറ്റും, നല്ല മനപ്രയാസം ഉണ്ടാവും. പക്ഷെ അപ്പോഴും മനസ്സ് കൈവിട്ട് കളയാതിരിക്കാൻ പഠിക്കണം. സാറിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അങ്ങ് മറന്നു കളയണം. പിന്നെ ദേവിക തനൂജയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തോ നല്ല ഉദ്ദേശം വെച്ചിട്ട് തന്നെയായിരിക്കും. അതൊരു എടുത്തുചാട്ടമായിട്ടൊന്നും കാണണ്ട. മോളുടെ പ്രയാസം അമ്മയ്ക്കറിയാം. പ്രഭാവതിയുടെ മനസ്സിന്റെ പിടച്ചിലും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സത്യം പുറത്തു വരുന്നതുവരെ സിദ്ധാർത്ഥൻ സാറിനെ കുറ്റപ്പെടുത്തരുത്. കുറച്ചു ദിവസത്തെ പരിചയമുള്ളൂങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. തനൂജ അദ്ദേഹത്തിന്റെ മകളാണെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയുക തന്നെ ചെയ്യും. MLA സ്ഥാനമൊക്കെ ധൈര്യമായി വലിച്ചെറിഞ്ഞ ആള് നഷ്ടങ്ങൾ ഓർത്ത് സത്യം മറച്ചു വെക്കില്ല. വീട്ടിലെല്ലാവരും കൂടെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാതെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് പിന്നീട് അത് തെറ്റിദ്ധാരണയുടെ പുറത്താണെന്ന് അറിഞ്ഞാൽ ഈ പറയുന്നതും പ്രവർത്തിക്കുന്ന ഓർത്ത് പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ കുളിച്ചു വരാം, ഭക്ഷണം എടുത്തു വയ്ക്കും. ഗിരി പറയുന്ന കേട്ട് മോള് വിഷമിക്കണ്ട. മോളും ചന്ദ്രത്തുള്ളവരും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഗിരി ഇങ്ങനെയൊക്കെ പറയുന്നത്. മോള് വാ. ദേവിയെ ഞാനായിട്ട് ഇനി വിളിക്കുന്ന പ്രശ്നമില്ല. ഇനി ഞാനങ്ങോട്ട് പോവുകയില്ല. എന്താ ദേവിക ഇപ്പൊ ചെയ്യുന്നതൊക്കെ അവൾക്ക് വേണ്ടിയോ അവളുടെ അമ്മയ്ക്ക് വേണ്ടിയോ അനിയത്തിക്ക് വേണ്ടിയോ ഒന്നും അല്ല, ചന്ദ്രോത്തിന് വേണ്ടിയാ. ചന്ദ്രോത്തിന് വേണ്ടി ബുദ്ധിമുട്ടാൻ ഇവിടെ ഞങ്ങളുണ്ട് മുരളി. അവള് കഷ്ടപ്പെടണ്ട. എന്നുവെച്ചാ അവള് ചന്ദ്രോത്തെ ആരും അല്ലെന്നാണോ? അവൾ ആരും അല്ലെന്ന് അവള് തന്നെ പല വഴിക്കൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നേ. നന്ദുമോനെ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു നിങ്ങള്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയാ ജീവിച്ചിരുന്നത്. മോനെ അവളെ പൊന്നുപോലെയല്ലേ നോക്കിയിരുന്നത്. ചെമ്പിന് ചില സമയത്തൊക്കെ പൊന്നായിട്ടൊക്കെ തെറ്റിദ്ധരിക്കും. നന്ദ, എന്തൊക്കെ ഈ പറയുന്നേ? സത്യം പറഞ്ഞ നിങ്ങൾ ഈ വഴക്ക് കേട്ടിട്ട് എനിക്ക് സങ്കടം വരിക. എടാ ദേവികയുടെ വീട്ടിൽ നിന്നാ. എന്നെ ചോദിച്ചാൽ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ നിൽക്കണ്ട. ഹലോ മുരളി, നന്ദൻ അവിടെ ഉണ്ടോ? നന്ദൻ വീട്ടിൽ പോയല്ലോ. എന്താ കാര്യം? ഞാൻ ദേവിക്ക് കൊടുക്കാം മുരളി. ഹലോ മുരളിയേട്ടാ. എന്താ ദേവിക? നന്ദു ഇവിടെ വന്നു. ചെറിയ തർക്കമൊക്കെ ഉണ്ടായി. ആണോ? ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ നന്ദു ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വിളിച്ചാ നന്ദു ഫോൺ എടുക്കില്ല.
അതാ മുരളേട്ടനെ വിളിച്ചു പറയാന്ന് കരുതിയ. ഓ അങ്ങനെയൊക്കെ സംഭവിച്ചോ? ദേവികെ, കഴിവതും നിങ്ങൾ തമ്മിൽ ശത്രുതയും വഴക്കൊന്നും വേണ്ട. നിങ്ങൾ നല്ല ഭാര്യയും ഭർത്താവും അല്ലേ? അയ്യോ, അതിപ്പോഴും അങ്ങനെ തന്നെ മുരളേട്ട. ഞങ്ങളുടെ സ്നേഹത്തിന് കുറവൊന്നുമില്ല. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. അല്ല, ദേവിക ചന്ദ്രോത്തേക്ക് എപ്പോഴാ പോകുന്നേ? ആ, ഞാൻ പോകുന്നുണ്ട് മുരളേട്ട. അല്ല, എപ്പോഴാ പോകുന്നത് ദേവിക? ആ, പോകുന്നുണ്ട് മുരളേട്ട. മുരളേട്ടന് അറിയാലോ കാര്യങ്ങള്. ഞാൻ അമ്മയും ശാരി ഒന്ന് കാണാനായിട്ട് വന്നതാ. അത് പിന്നെ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ആ, മുരളേട്ട, നന്ദു ആകെ ക്ഷീണിച്ചിരിക്ക. മനസ്സും ആകെ തകർന്നിരിക്ക. ആഹാരം കാര്യമായിട്ട് കഴിക്കുന്നുണ്ടാവില്ല. ഒന്ന് ഉപദേശിക്കണേ. എല്ലാം ശരിയാവുമെന്ന് പറയണം. ശരി ദേവിക, പറയാം. എന്നാ വെച്ചേക്കട്ടെ. ആ ശരി. കണ്ടോ മോനെ, ദേവിക മോൾക്ക് മോനോടുള്ള സ്നേഹം കണ്ടോ? ആന്റി അതൊക്കെ അടവല്ലേ? അല്ല, അവളെന്തിനാ മുരളി വിളിച്ചേ? എന്നോട് വലിയ സ്നേഹമാണെന്നും എന്റെ കാര്യങ്ങൾ ശ്രദ്ധയാണെന്നും നിങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ അതിന് അവസാനം പറഞ്ഞു കേട്ടില്ലേ, നന്ദനെ ആശ്വസിപ്പിക്കണമെന്ന്. എന്നെ ആശ്വസിപ്പിക്കാൻ എന്റെ വീട്ടിലെ അമ്മയുണ്ട്. അവളെ ആളെ വിട്ട് ആശ്വസിപ്പിക്കണ്ട. ഞാൻ ഇറങ്ങൂടാ. എടാ നന്ദ, എടാ മോനെ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഞാൻ കാരണം ഗിരിക്ക് നാണക്കേടായല്ലേ? എന്തിനു? തനുജയുടെ കാര്യങ്ങൾ എല്ലാരും അറിഞ്ഞു തുടങ്ങിയില്ലേ? ഓരോ അപവാദങ്ങൾ പറയും. അപവാദം പറയുന്നവർ ലോകത്ത് എല്ലാ കാലത്തും ഉണ്ട്. ഇന്നവരൊരു അപവാദം പറയും, നാളെ പുതിയത് കിട്ടുമ്പോൾ അതിന്റെ പിന്നാലെ പോകും. നാട്ടുകാർക്കൊരു സമയം പോക്ക്, അതിനങ്ങനെ കണ്ടാ മതി. ഇപ്പൊ തന്നെ സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. എന്ത് ഇഷ്യൂസ്? താൻ ടെൻഷനാവൊന്നും വേണ്ട. 2-3 ദിവസമായി. ഞാനതിന് വലിയ വില കൊടുക്കാത്തത് കൊണ്ടും പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഈ വിവരം എന്നോട് പറയാതിരുന്നത്. എന്താ പ്രശ്നം ഉണ്ടായത്? അത് പറ ഗിരി. രാഷ്ട്രീയക്കാർ കുഴപ്പക്കാരാണെന്നും അവരിൽ ചിലർ പെണ്ണുപിടിയന്മാരാണെന്നും ഒക്കെ ഒരു സംഭാഷണം വന്നു. സിദ്ധാർത്ഥ നേതാവിന് ദൗർബല്യങ്ങളുണ്ടെന്നൊക്കെയായി. എന്നിട്ട് ആ തർക്കത്തിലേക്ക് എന്നെയും കൂടെ വലിച്ചിടാനായിരുന്നു അവരുടെ ശ്രമം. എന്നിട്ട് ഗിരി എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തോന്നലും സംസാരവും ഒക്കെ ശരിയായിരിക്കും. രാഷ്ട്രീയക്കാരാകുമ്പോൾ പല സാഹചര്യങ്ങളിലും പലയിടത്തും ഇടപെടേണ്ടി വരുമല്ലോ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ആ ആൾക്കല്ലേ അറിയൂ. എന്താ ഗിരി, അങ്ങനെയാണോ പറയേണ്ടത്? പിന്നെ എങ്ങനെ പറയണമായിരുന്നു? അവരോട് തർക്കിക്കണമായിരുന്നു? സിദ്ധാർത്ഥൻ സാറിന്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് പറഞ്ഞ് അവരോട് വാദിക്കണമായിരുന്നു? ഇനിയിപ്പോൾ ഞാൻ എതിർത്തു എന്നിരിക്കട്ടെ, അവർക്കത് രസമാവും. അവർ ചർച്ച അങ്ങ് സജീവമാക്കും. ഞാനത് വിട്ടുകളഞ്ഞപ്പോൾ അവർ മനസ്സിൽ കണ്ടത് അങ്ങ് പൊളിഞ്ഞു. അത്രേ ഉള്ളൂ. എന്നാലും ഗിരി അവരുടെ സംശയം ശരിയാവുന്ന പോലെയല്ലേ പറഞ്ഞത്? സംശയമാണോ?
ചന്ദ്രോത്ത് താനും നന്ദനും പ്രഭാമേടും ഒക്കെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് വെറും സംശയത്തിന്റെ പേരിലാണോ? നിങ്ങളോടുള്ള സിദ്ധാർത്ഥൻ സാറിന്റെ രീതിയും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയല്ലേ? അവഗണിക്കുക. നോക്ക്, നമ്മുടെ വിശ്വാസമാണ് പ്രധാനം. തന്റെ അച്ഛൻ നല്ല മാന്യനാണെന്നും തെറ്റ് ചെയ്യില്ല എന്നും എന്റെ മനസാക്ഷി എന്നോട് പറയുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ നമ്മൾ തെളിവുകളുമായിട്ട് പിറകെ പോകേണ്ട യാതൊരു കാര്യമില്ല. എല്ലാം തെളിയിക്കേണ്ടത് കാലമാണ്, അത്രേ ഉള്ളൂ. അതുവരെ ചുറ്റുമുള്ളവർ പറയുന്നതിന് സന്ദർഭമനുസരിച്ച് നമുക്കെന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറഞ്ഞ് കൂടെ നിൽക്കുക. ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രമേ പ്രത്യേക മനഃശാസ്ത്രമാണ്. അതതിന്റെ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മുടെ വഴിക്കും പോവാം. അതെ, മീരയുടെ കൊലപാതക കേസിൽ താനും തന്റെ വീട്ടുകാരും ചേർന്ന് മീരയെ കൊല്ലുന്നത് നേരിൽ കണ്ടു എന്ന് വരെ പറഞ്ഞവരില്ലേ? എന്നിട്ട് ഇപ്പോ നിങ്ങളെ കാണുമ്പോ അന്ന് പറഞ്ഞവർ ചൂളി നിൽക്കില്ലേ? ഈ കേസിലും പലരും ചൂളി പോവുകയുള്ളൂ. ഗിരിയെപ്പോലെ ചിന്തിക്കാൻ പറ്റാത്തോണ്ടാവും എനിക്കെന്തോ ഒരു സമാധാനമില്ല. ഞാനായിട്ട് ഗിരിയുടെ ജീവിതം കൂടി. അതെ, വേണ്ട വേണ്ട, ഗിരിയുടെ ജീവിതം തൊട്ട് കളിക്കണ്ട. ഗിരി കാത്തിരുന്ന ജീവിതം രജനിയും കൂടെ സ്വപ്നം കണ്ട ജീവിതമാണ്. ഗിരിക്കും രജനിക്കും അവരുടെ ജീവിതത്തിനും ഒരു കുഴപ്പമില്ല. പിണക്കവും വഴക്കവും ഒക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളിലെ പൊരുത്തക്കേടുകൾ കാരണം രൂപപ്പെടുന്നതാ. നേർരേഖയിലേക്ക് ചിന്തിച്ചു വരുമ്പോ എല്ലാം ക്ലിയർ ആവും. ഓക്കെ? വാടോ. എന്നെ വിളിച്ചത് കൂടെ വരാനായിരിക്കും. പകല് ചെന്ന് വിളിച്ചപ്പോ ആദ്യം തർക്കിച്ചെന്തിനാ? എന്തായാലും കീഴടങ്ങുന്ന പോലെ അവൾ എന്നെ വിളിച്ചു. അമ്മ പറഞ്ഞതുപോലെ ആ സമയത്ത് വാശി കാണിക്കാതെ കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു. അങ്ങനെ അവിടെ നിർത്തിയാലും പറ്റില്ല. പോയി വിളിച്ചോണ്ട് വരാം. അമ്മേ, ഞാനൊന്ന് പോയിട്ടിരാ. എവിടേക്ക്? ദേവിയെ ചെന്ന് വിളിക്കാന്ന് വെച്ചു. നീ നേരത്തെ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ. ഞാനപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അവള് വിളിച്ചു. ഞാൻ മൈൻഡ് ചെയ്തില്ല. കൂടെ വരാന്ന് പറയാനായിരിക്കും വിളിച്ചത്. എന്തായാലും ചെന്ന് കൂട്ടിയിട്ട് വരാം. അവിടെ നിർത്തണ്ട. ഇനി നീ പോണ്ട. അത് തീരെ അങ്ങ് തോറ്റു പോകുന്ന പോലെ ആയി പോവും. അത്ര വിലയില്ലാത്തവരല്ലല്ലോ നമ്മള്. അല്ല, അമ്മ പറഞ്ഞു അവൾ എന്തായാലും അവിടെ നിർത്തണ്ടെന്ന്. അതെ, പക്ഷേ അപ്പൊ നിനക്ക് അവളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അങ്ങോട്ട് ചെന്ന അവൾക്ക് തോന്നും അവളെ കാണാതിരിക്കാൻ പറ്റാത്തോണ്ട് ചെന്നാണെന്ന്. അവളിവിടെ അത്ര ആവശ്യക്കാരി അല്ലാന്നും കൂടി അറിയട്ടെ. നാളെ പകല് പോയാ മതി. പക്ഷേ നാളെ പോയാ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. ആ, അത്രേ ഉള്ളൂ.
തീർത്ത് കളയും ഞാൻ. എന്നെ തടയാൻ ആരെങ്കിലും വന്ന ഈ വീട്ടിൽ രണ്ടാമതൊരു മരണം ഇന്ന് നടക്കും. നിന്നെയും നിന്റെ വീട്ടുകാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിപ്പിക്കും. പേടിക്കണം നിങ്ങളെല്ലാം. ഓരോരുത്തരെയായിട്ട് ഒതുക്കി ഒതുക്കി ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കും. അങ്ങനെ ആവുമ്പോഴല്ലേ എന്റെ പ്രതികാരത്തിനൊരു സുഖം കിട്ടും. എടാ സിദ്ധു, അങ്ങനെ വിളിക്കുന്നതിൽ നിനക്ക് ദേഷ്യമുണ്ട്. എന്തായാലും അങ്ങനെ വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് എന്നോടുള്ള ദേഷ്യമൊട്ടും തന്നെ കുറഞ്ഞു കാണില്ലെന്നറിയാം. ഒക്കെ എന്റെ തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാ. കാര്യങ്ങളെല്ലാം എന്റെ കൈവിട്ടുപോയി. അങ്ങനെ സംഭവിച്ചതാ. ഞാൻ നിന്നെ പലവട്ടം വിളിച്ചിരുന്നു, പക്ഷെ നീ എടുത്തില്ല. ഈ മെസ്സേജ് നീ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എടാ സിദ്ധു, എന്താടാ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു? എന്താടാ നിനക്ക് സംഭവിച്ചേ? ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും തെറ്റായ രീതിയിൽ നീ പോവില്ലെന്ന് എനിക്കറിയാം. ഇക്കാര്യത്തിൽ ലോകം മുഴുവനും നിന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഇപ്പൊ എന്താ പറ്റിയത് നിനക്ക്? നിന്നെ ആരെങ്കിലും ചതിക്കുകയാണോ? വാർത്തകൾ കണ്ടത് മുതൽ എനിക്ക് സങ്കടമായിപ്പോയി. എന്റെ മനസ്സാക്ഷിയെ തൊട്ടാ ഞാൻ ഈ പറയുന്നേ. നിനക്ക് ഈ രീതിയിലൊരു വിഷമം വന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രയ്ക്കോ അതെ. ഇന്ന് ദേവികയെ വിളിച്ചിരുന്നു. വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. അതിനു മുമ്പ് കട്ടായി. നിനക്ക് എന്നെ എപ്പോ വിളിക്കാൻ തോന്നുന്നു അപ്പൊ വിളിക്കണം. ഞാൻ കൂടെ ഉണ്ടാവും. ദേവിക എന്തിനാ ബലരാമനെ വിളിച്ചത്? ഹലോ അച്ഛാ. നീ ബലരാമനെ വിളിച്ചിരുന്നോ? ചോദിച്ചാ കേട്ടില്ലേ? നീ ബലരാമനെ വിളിച്ചിരുന്നോന്ന്? അച്ഛാ, ഞാൻ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയാനിരിക്കായിരുന്നു. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. ബലരാമനെ നീ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചു പോയി അച്ഛാ. ആരാ നിനക്ക് അതിന് അനുവാദം തന്നത്? ആരോട് ചോദിച്ചാ നീ അത് ചെയ്തത്? പ്രഭയോടും മക്കളോടും പറയാത്ത രഹസ്യം നിന്നോട് പറഞ്ഞത് അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ. മറ്റാരും അറിയില്ല എന്ന് പറഞ്ഞ് നീ വാക്ക് തന്നതല്ലേ? എന്നിട്ടും അത് നീ തെറ്റിച്ചു. ഞാൻ ആരിൽ നിന്നാണ് അകന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് അയാളെ തന്നെ നീ വിളിച്ചു. ഇതിനാണോ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്? ഇതുപോലെ ചെയ്യുന്ന അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ അകറ്റി നിർത്തിയേനെ. കരഞ്ഞതുകൊണ്ടൊന്നും ഈ കാണിച്ചതിന് പരിഹാരം ആവില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.